അത് ഈ ഒരു ധാരണ നമ്മുടെ ഇടയിൽ എങ്ങനെയോ പറന്നുപോയി. അതാണ് യഥാർത്ഥത്തിൽ എല്ലാ തകർച്ചയുടെയും കാരണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മൻ തസവ്വദ ബിഇംറഅത്തിൻ ഫഖദ് അഹദസ തുലസൈ ദീനിഹി. ആരെങ്കിലും ഒരു വിവാഹം കഴിച്ചാൽ അവനവന്റെ ദീനിന്റെ 2 ഭാഗത്ത് സംരക്ഷിച്ചവനായെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് വിവാഹം ചെയ്താൽ അവൻ ദീനിന്റെ 2 ഭാഗത്ത് സൂക്ഷിച്ചവനായി. അപ്പൊ വിവാഹ ജീവിതം ദീനിൽ പെട്ടതല്ലാത്തത്? ദീനിൽ പെട്ടതാണ്. പക്ഷെ ഈ ബോധം നമുക്കില്ല. നമ്മളെന്താ, നിസ്കരിക്കണതിന് മാത്രമേ കൂലിയുള്ളൂ, നോമ്പ് പിടിക്കണതിന് മാത്രമേ കൂലിയുള്ളൂ. ഭാര്യയുടെ അടുത്ത് പോണതിനോ, ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്നതിനോ അതിന് ആഖിറത്തിന് കൂലിയുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോയി. ഇതാണ് വൈവാഹിക ജീവിതത്തിൽ വളരെയേറെ താളപ്പിടകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് പല ആളുകളും ഭാര്യ വലാത്തക്രമാധിക ശജറ, ആ ശജറ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ പിന്നെ അങ്ങോട്ട് എടുക്കൂല. എന്നാ അവരാരാ? അവർ ദീനിന്റെ വലിയ ആളുകളാണ് താൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഏതുവരെ തന്റെ ഭാര്യയുമായിട്ടുള്ള വൈവാഹിക ജീവിതത്തിന്റെ ചെറിയ ഒരു ഭാഗം പോലും ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടായി പഠിപ്പിച്ചു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏതുവരെ? അല്ലാഹുവിന്റെ റസൂൽ. ഇത് വളരെ ശരിയാവണമെന്ന് വലിയ പാഠം. 1 ആള് പറഞ്ഞു, 2 സദസ്സും പേരും നമ്മൾ ഇത്രയും വലിയൊരു ആഗ്രഹം. ഇതിനെ അടുത്തിരുന്നാലേ ഒരു പ്രസംഗം ശരിയാവും. ഇത് ഇത്ര ആഗ്രഹപ്പെടുന്ന വലിയ പാഠം. ആ മോനെ ആ കസേരയൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ടുണ്ട്. ഏതായാലും 1 മണിക്കൂടെ പറഞ്ഞില്ല, പറയണമെന്നായിട്ടിരിക്കട്ടെ. മഴയൊന്നുമില്ല, അവിടെ നിരത്തിയിട്ട് എന്നിട്ട് കുറെ ആളുകളെ മുമ്പോട്ട് കയറി ഇരുവരി വേണേ വായിക്കുന്ന സമാധാനത്തോടെ കിടന്നുറങ്ങണം. വായിക്കണം. ഏതായാലും ഞാൻ മന്ത്രിട്ട് അവിടെ നന്നായിട്ട് ഇത് കേട്ടിട്ടെങ്കിൽ അവിടെ നന്നാവട്ടെ. വിളിച്ചോണ്ട് വരണ്ടേ കൂടെ വരുമ്പോ ഒന്നിരി. മഴ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാർത്തകളെ പറയണം. മഴ എപ്പോഴും വരാം. ആള് പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാൻ തടസ്സമൊന്നുമില്ല. ആളില്ല പ്രസംഗിക്കില്ലാന്ന് വെച്ചാൽ പിന്നെ ആളില്ലാത്തല്ല പ്രസംഗിക്കും. അങ്ങനെ എനിക്ക് നിർബന്ധമൊന്നുമില്ല. ആള് കൂടിയാലേ പ്രസംഗം വരും, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സംഘാടകന് പറയുന്നത് ഞാൻ പ്രസംഗിക്കില്ല, ആള് കൂടുതലില്ല എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു 10,000 പേര് കൂടിയിട്ട് ഒരുത്തരും നന്നാവാത്തതിൽ നല്ല 10 പേര് കൂടിയിട്ട് ഒരുത്തം നന്നാവണം. ഇതൊന്നും അല്ലെങ്കിൽ പറയണവനെങ്കിലും നന്നാവണം. കേരളത്തിലെ കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ ചെലുത്തുന്നത് പ്രീ മാരേജ് കൗൺസിലാണ്. നമ്മുടെ മഹലിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ നടത്തപ്പെടണം. ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ വിവാഹ ജീവിതം ഏതാണ്ട് 90% ഫെയിലറാണ്. പിന്നെ തലാഖാവുന്നില്ലെന്നേ ഉള്ളൂ. ഓടും. KSRTC പുതിയ വണ്ടി നിലത്തോടിയാൽ കുറെ നാൾ ഓടും. ഇനി അത് ഓടി പഴകി കഴിഞ്ഞാൽ പിന്നെ അതെടുത്തിട്ട് ഏതെങ്കിലും ഓർഡിനറിയായിട്ട് ഷട്ടിലിടും. അമ്മാതിരി ആദ്യ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓടി ഇപ്പൊ ഒരു ഷട്ടിലൊക്കെ ആയിട്ട് കയ്യാണ്ട് പോകണമെന്നേ ഉള്ളൂ. ഓടി പകുതി നിന്നാൽ നിന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നു, വൈവാഹിക ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്തത് ഇത് കമ്പോളത്തിലെ വിൽപ്പന ചരക്ക് മാതിരിയായി പോയതുകൊണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതാ? ഭർത്താവിന്റെ ഉമ്മയെ നോക്കാൻ എനിക്ക് സൗകര്യമില്ല. കാരണം ഞാൻ 100 പവനും 10 ലക്ഷവും നിങ്ങൾക്ക് തന്നിട്ടാണ് ഞാൻ വന്നത്. നിന്റെ ഉമ്മാനെ നോക്കാൻ എനിക്ക് സൗകര്യമില്ല, കാരണം നിന്നെ മാത്രമേ ഞാൻ കെട്ടിയിട്ടുള്ളൂ എന്ന് ഭർത്താവ്. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ധനസഹായം കൊടുക്കാൻ എന്നെ കൊണ്ട് സൗകര്യമില്ല. കാരണം എന്താ? അത് പള്ളിക്കമ്മിറ്റിക്കാര് അന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, നിന്നെ കെട്ടിച്ചിട്ട് ഒപ്പിട്ട് തരുന്നു. എല്ലാം ഒരുമാതിരി ആഗോള വ്യവസ്ഥിതിയുടെ, ഞാൻ ഈ ചെറിയ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഒരു ആകെ തുക പറയുകയാണ്. ഇതൊരുമാതിരി ഒരു കമ്പോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ കുടുംബജീവിതം
A+B² എന്ന് പറയുന്നത് മാതിരി ഒരു ജാമിതീയ ഗണിത കണക്കുകളായി മാറി. രണ്ടും കൂട്ടിയാൽ 4 കിട്ടണം എന്ന് പറയുന്ന ഗണിതശാസ്ത്രമായി വൈവാഹിക ജീവിതം മാറി. രണ്ടും കൂടെ കൊടുത്തപ്പോ എനിക്ക് 0 കിട്ടിയാലും കുഴപ്പമില്ല, അതിന്റെ പ്രതിഫലം ഞാൻ രണ്ടും കൊടുത്തതിന്റെ പ്രതിഫലം ആഖിറത്തിൽ കിട്ടും എന്ന് ചിന്തിക്കാൻ കഴിയാത്തിടത്തോളം കാലം എന്റെ പൊന്നു ഭാര്യ ഭർത്താക്കന്മാരെ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ സമാധാനം. ഞാൻ വലിയ ആളാണ്, ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചില്ലേ? നസറുദ്ദീൻ ഹോജ ഒരു വലിയ കഥാപാത്രമാണ്. അദ്ദേഹത്തോട് വെച്ച് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ, ഇത്ര സുന്ദരമായിട്ട് നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ നസറുദ്ദീൻ ഹോജ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടില് വളരെ പ്രധാനപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്റെ ഭാര്യ ഏൽപ്പിക്കും, ഞാൻ അതിൽ ഇടപെടാറില്ല. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്റെ ഭാര്യ ഏൽപ്പിച്ചു. അപ്പൊ ചോദിച്ചു, ചെറിയ കാര്യങ്ങളേതാ? കുട്ടികളെ സ്കൂളിൽ വിടുക, ഫീസ് അടയ്ക്കുക, സാധനം വാങ്ങിക്കുക, അരി മേടിക്കുക, മുളക് മേടിക്കുക, മണ്ണെണ്ണ മേടിക്കുക, മത്തി മേടിക്കുക, അയല മേടിക്കുക, അമ്മാതിരി സർവ്വകാര്യം എന്റെ ഭാര്യയെ ഞാൻ അങ്ങ് ഏൽപ്പിച്ചു, അവളതങ്ങ് ചെയ്തു. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ ചോദിച്ചു, ഇതൊക്കെ ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ല, ഇപ്പൊ വലിയ കാര്യം ഏതാ? വലിയ കാര്യം ഏതാന്ന് ചോദിച്ചാൽ ചൊവ്വയില് വെള്ളമുണ്ടോ, ചന്ദ്രനിൽ മനുഷ്യൻ ഇനി ഇറങ്ങുമോ, ഇനി 3ാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചിന്തിച്ച് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പച്ചപ്പൊട്ടനായിട്ട് ജീവിക്കുമെന്ന് ചുരുക്കം. ചിലപ്പോ ഭർത്താവ് പച്ചപ്പൊട്ടനാവേണ്ടി വരും, സഫീഹാകേണ്ടി വരും. ഇതൊക്കെയാണ് വിവാഹ ജീവിതം. എന്തുകൊണ്ട് ഭർത്താവ് ചിന്തിക്കുക, ഞാൻ നാട്ടിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലേ, ഞാൻ എന്റെ ഭാര്യയുടെ മുമ്പിൽ താഴ്ന്നുപോയ ഞാൻ ആരായി എന്ന് ചിന്തിച്ചാൽ അവിടെയും ആഖിറത്തിൽ പ്രതിഫലമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഏതുവരെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ വാദം നടത്തുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ, സ്വന്തം ഭാര്യയുടെ വായിലേക്ക് നിങ്ങളിൽ ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, നാളെ ആഖിറത്തിൽ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ നദിയിൽ നിന്ന് അവന് വെള്ളം കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഭാര്യയുടെ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത ഭർത്താവിന് അല്ലാഹു നാളെ കൊടുക്കുന്നത് അവന്റെ സ്വർഗത്തിലെ നദിയിലെ വെള്ളമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയേണ്ട താമസം ഇർബാദിന് റളിയല്ലാഹു തആല സദസ്സിൽ എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ സദസ്സിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു അദ്ദേഹം പായുകയാണ്. ഓടി തന്റെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ ചെല്ലുമ്പോ സ്വന്തം ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുകയാ. ഭാര്യയോട് പറഞ്ഞ് ജോലി നിർത്തിയിട്ട് വാ. സ്വന്തം ഭാര്യയുടെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് വന്ന് വീടിന്റെ കിണറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തൊട്ടി താഴേക്കിട്ട് വെള്ളം കോരിയിട്ട് ഭാര്യയോട് പറഞ്ഞു, വായ തുറക്കുക, വായ തുറക്കുക, വായ തുറക്കുക. ഭാര്യ വാ തുറക്കുമ്പോ കോരിയെടുത്ത വെള്ളം തന്റെ ഭാര്യയുടെ വായിലേക്ക് കുടിച്ചു കൊടുത്തിട്ട് ഇർബാദിന് റളിയല്ലാഹു തആല പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇത് കേട്ട് അത്ഭുതത്തോടെ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വന്ന് കേൾക്കാൻ പോയടാ. അത് കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചാടി ഇറങ്ങി വന്നിട്ട് അടുക്കളയിരിക്കുന്ന എന്നെ പിടിച്ചു കൊണ്ടുപോയി കിണറിന്റെ ചുവട്ടിൽ പോയി വെള്ളം കോരി എന്റെ വായിലേക്ക് ഒഴിച്ചു തന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഹംദ് പറയുന്നതെന്ന് ചോദിച്ചപ്പോ സമയത്താണ് ഇർബാദിന് റളിയല്ലാഹു തആല പറഞ്ഞത്, ഞാൻ എന്തിനാ ഇത് ചെയ്തതെന്നറിയോ? തസ്ബീഹൻ ബിഖൗലി റസൂലില്ലാഹ്. എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ അപ്പോൾ തന്നെ ചെയ്യാനാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇർബാദിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു വെള്ളത്തുള്ളിക്ക് പോലും പടച്ചറപ്പിന്റെ പരലോകത്തിന്റെ പ്രതിഫലം ആഗ്രഹിക്കുമ്പോഴാ വൈവാഹിക ജീവിതം എന്തെന്നറിയോ? വിവാഹ ജീവിതം ഏതെന്നറിയുമോ? പരിദേവനങ്ങളും പരിതാപങ്ങളും പരിമിതികളും പരിധികളും ഏറെയുള്ളപ്പോഴും പരലോകമാണ് പരിഗാമിമെന്ന് പടച്ചവനാണ് പരിഗാമിമെന്ന് കരുതി പാതിരാവിൽ പടച്ചറപ്പിനോട് പതിതയെ പോലെ പദം പറ്റി പറയാൻ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാകുമ്പോ അപ്പോൾ
അപ്പോഴാണ് മനുഷ്യനാവുക. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? ഭാര്യ ഭർത്തൃബന്ധമെന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിന്റെ കടലാസിൽ എഴുതേണ്ടതല്ല, പള്ളിക്കമ്മിറ്റിയുടെ കടലാസിൽ ഒതുങ്ങേണ്ടതല്ല. നാളെ ഭർത്താവ് മരിച്ചുപോയാൽ, ഭാര്യ മരിച്ചുപോയാൽ, ഞാനും എന്റെ ഭാര്യയും നാളെ സ്വർഗത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടേണ്ടവളാണ്. ഈ ദുനിയാവ് അസ്തമിക്കുകയില്ലേ, എല്ലാം തകർന്നു പോവുകയില്ലേ? ഈ ദുനിയാവ് നാളെ അസ്തമിക്കുന്നടാ. ഭാര്യ പോയിട്ട് ഭർത്താവ് തന്നെ ജീവിക്കേണ്ടതാ, ഭർത്താവ് പോയിട്ട് ഭാര്യ തന്നെ ജീവിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവസാന വിശ്രാന്തിയിൽ സൂറന്ന കാകലത്തിലൂടെ പരലോകം കടന്നു വരും. അവസാനം അല്ലാഹു പറയും ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോക്കോ, ഒരു വിഭാഗം നരകത്തിലേക്ക് പോക്കോ. ആ സമയത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോ വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. സ്വർഗവാതിൽ തുറന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ പോകുമ്പോ കഷ്ടപ്പാടുകളില്ല, പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, കണ്ണുനീരില്ല, ആകുലതയില്ല, വ്യാകുലതയില്ല, പ്രയാസങ്ങളില്ല, രോഗങ്ങളില്ല, കടങ്ങളില്ല. എല്ലാ ദുഃഖത്തിന്റെ ഇടയിലാ ദുനിയാവിന് ഞാൻ ജീവിച്ചത്. ഇനി ഞാൻ സുഖിക്കേണ്ട ജീവിതം സ്വർഗത്തിലെ ജീവിതമാ. ആ സ്വർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിൽ കാണുമ്പോ, അവിടുത്തെ സ്വർണ്ണമാളിക കാണുമ്പോ, സ്വർഗത്തിന്റെ സ്വന്തം ഭാര്യ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഭർത്താക്കന്മാർക്ക് ഹൂർലിങ്ങൾ കിട്ടുമെന്ന്. ചിപ്പിക്കുള്ളിലടക്കപ്പെട്ട മുത്തുകളെ പോലെ തോന്നുന്ന ഹൂർലിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലുണ്ടെന്ന ആ ഹൂർലിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുക. 400 കിലോമീറ്റർ അപ്പുറം അവരുടെ പല്ലിന്റെ വെളിച്ചമടിച്ചു വീശുമെന്നല്ലേ. ഹൂർലിനായ പെണ്ണി ചാത്തന്നൂര് ഈ ഇത്തിക്കരയിൽ നിന്ന് തിരിച്ച 400 കിലോമീറ്റർ കാസർഗോഡ് നിന്നാൽ ആ പെണ്ണിന്റെ പല്ലിന്റെ വെളിച്ചമറിയാമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടുകൊള്ളുക. സ്വർഗത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് ഹൂർലിങ്ങൾക്കല്ല, സ്വന്തം ഭാര്യമാർക്കാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന് ഹൂർലിങ്ങൾ പുരുഷന്മാരെ കാത്തു നിൽക്കുമ്പോ സന്തോഷത്തോടെ ജീവിച്ചു മരിച്ചുപോയ ഭാര്യ ഭർത്താക്കന്മാർ അതേ ഭാര്യ ഭർത്താക്കന്മാരെ കയ്യിൽ പിടിച്ചിട്ട് ഹൂർലിങ്ങളെ കളിയാക്കിക്കൊണ്ട് ഞങ്ങളാരെന്നറിയോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യ മതി എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് ഭർത്താവിന്റെ കൈപിടിച്ച് സ്വർഗത്തിലെ തത്തിക്കളിക്കുന്ന പെണ്ണിനാണ് സൗന്ദര്യം ഏറ്റവും കൂടുതലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഭാര്യയും ഞാനും നാളെ സ്വർഗത്തിൽ കൈ പിടിച്ച് കളിക്കേണ്ടവരാണെന്നുള്ള ബോധം ദുനിയാവിൽ വെച്ചുണ്ടാവണം. മരിച്ചതിന് ശേഷം ഉണ്ടായാൽ പോരാ. സ്വർഗത്തിലെ ഹൂർലിങ്ങളെക്കാൾ സൗന്ദര്യം എന്താ മനുഷ്യന്മാരെ? സ്വർഗത്തിൽ ഹൂർലിങ്ങൾക്കെല്ലാം സൗന്ദര്യം കൂടുതൽ. ഹൂർലിംഗ് സാധാരണ എല്ലാ പെണ്ണുങ്ങളും ചോദിക്കും, ആണുങ്ങൾക്ക് ഹൂർലിങ്ങളെ കിട്ടും, പെണ്ണുങ്ങൾക്ക് ആരെയാ കിട്ടണേ? എന്റെ പൊന്നു പെണ്ണന്മാരെ കുറച്ചെണ്ണങ്ങളൊക്കെ വന്നിട്ടുള്ളെങ്കിലും ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കും, സ്വർഗത്തിൽ സൗന്ദര്യം കൂടുതൽ ആൾക്കല്ല, സ്വർഗത്തിൽ ഹൂർലിംഗ് ആർക്കല്ല. എന്താ സീസണൊക്കെ ആർക്കാ സൗന്ദര്യം കൂടുതൽ? എന്താ ചിരി നോക്ക്. ഹൂർലിങ്ങളെ പറഞ്ഞപ്പോ എല്ലാവരും ഉഷാറായി, തണുപ്പൊക്കെ മാറി. ഹൂർലിങ്ങൾക്കല്ല, സ്വന്തം ഭാര്യമാർക്കാണ്. സാധാരണ സ്ത്രീകൾ അവർ മുത്തഖീങ്ങളായി ജീവിച്ചവരാണെങ്കിൽ നാളെ സ്വർഗത്തിൽ അവർക്ക് ഹൂർലിങ്ങളെക്കാൾ സൗന്ദര്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെത്തുമ്പോ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആടിയിട്ട് ഊറിപ്പെണ്ണുങ്ങളെ നോക്കിയിട്ട് നമ്മുടെ ഭാര്യമാര് പറയും, കണ്ടോ നിന്നേക്കാൾ ഗ്ലാമർ എനിക്ക് വേറെ ആരെയും വേണ്ട, എനിക്കാരെ മതി, എനിക്കാരെ മതി, എന്റെ ഈ ഭർത്താവിന് മതി എന്ന് പറയും. അതെങ്ങനെ പറയണം? ഈ ദുനിയാവിൽ എന്റെ ഈ ഭർത്താവ് മാത്രം മതി എന്ന് പറയണം. അല്ലാതെ ഐഡിയയുടെ ഫോണുമായിട്ട് ലോകത്തുള്ള മുഴുവൻ ഭർത്താക്കന്മാര് സ്വന്തം ഭർത്താവാവനാണ്. ആരാ വരുത്? ഇന്നിപ്പോ അങ്ങനെ ഒരു മാനദണ്ഡമൊന്നുമില്ല.
പരസ്പരം ഒരു സ്വയം സഹകരണ സഹായ സംഘങ്ങളായി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. അത്യാവശ്യത്തിന് ആരെങ്കിലൊക്കെ ഭർത്താവ് ഗൾഫിൽ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു 2 ആഴ്ചയായിട്ടുണ്ടാവും, ഞാൻ വടകരയിൽ വാതിന് പോകുമ്പോൾ ദുബൈയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ ഫോണിൽ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒരു മസല അറിയാൻ വേണ്ടി വിളിക്കാം. ഞാൻ അവനോട് പൊന്നുപിള്ള മസല അറിയപ്പോ എന്നെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ട്. എത്രയോ കാലുമാരും മുക്തിമാരും ഒക്കെ ഉണ്ട്. അത് ഉസ്താദെ എല്ലാ ഉസ്താദന്മാരോടും ഞാൻ മസല ചോദിച്ചു. നിങ്ങളോട് മസല ചോദിക്കാൻ കുറെ നാൾ കൊണ്ട് വിളിക്കാൻ കിട്ടിയിട്ടില്ല. ഇപ്പൊ അതായാലും എടുത്തു ഇതിന്റെ മസല ഒന്നും അറിയാം. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അയാള് പറഞ്ഞത് അയാള് ഗൾഫിലാണ്, ഭാര്യ നാട്ടിലാണ്. ഭാര്യ അയാള് ഒരു പെണ്ണിനെ കെട്ടാനുള്ള ആഗ്രഹം കൊണ്ട് യത്തീംഖാനയിൽ പോയി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിയത്. അയാളുടെ ആഗ്രഹമുണ്ട്, അയാളുടെ ദീനി ഇസ്തിഖാമത്ത് വന്നു. വീട് വെച്ചു, വസ്തു വാങ്ങിച്ചു, വടകരക്കടുത്ത ടൗണില് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങിച്ചു. അവളെ ഞാൻ താഴെയും വെക്കാതെ തറയും വെക്കാതെ നന്നായിട്ട് വളർത്തി. അത് തന്നെ എല്ലാം പ്രശ്നം. ഇടയ്ക്കും ചവിട്ടൊക്കെ കൊടുക്കും. അങ്ങനെ വെച്ചാലും വലിയ പ്രശ്നമാണ്. അദ്ദേഹത്തിനോട് പറയും, ഉസ്താദെ ഞാൻ ചെയ്ത തെറ്റതാ. അവസാനം കുറെ നാളായി അവൾക്ക് വിളിക്കാറില്ല, അടുപ്പമില്ല. നോക്കിയപ്പോ അവിടെ അടുത്തുള്ളൊരു പയ്യനുമായി അവൾക്കൊരു ബന്ധമുണ്ട്. ഇപ്പൊ അവരുടെ ആവശ്യം, നിങ്ങൾ എന്നെ തലാക്ക് ചെല്ലണം, അവന്റെ കൂടെ പോകാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അവൾക്ക് നിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ നീ തലാക്കില്ലേ? ഉസ്താദ് എന്നാ തലാക്കില്ലേ? അവൾക്ക് വേറെ ഒരുത്തന്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നീ തലാക്കില്ലേ അവളെ ഒഴിവാക്കിയാലേ? ഉസ്താദെ തലാക്കിയെല്ലാം പറ്റൂല. അപ്പൊ ചോദിച്ചു അതെന്താ? ഉസ്താദ് ഞാൻ സമ്പാദിച്ചല്ല അവളുടെ പേരിൽ. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ല. അയാളുടെ വീട്, അയാൾ 16 വർഷം കൊണ്ട് ദുബൈയിൽ വെച്ച് സമ്പാദിച്ചതെല്ലാം ഈ പെണ്ണിന്റെ പേര്. എനിക്കെത്രയോ അറിയാവുന്ന കഥകളുണ്ട്. ഗൾഫുകാരന് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് പറയാം. ഗൾഫുകാരന് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം ഞാൻ പറയട്ടെ, നമ്മളെന്നെ കൊല്ലു. ഗൾഫ് കൊണ്ട് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്നറിയോ? എന്താ? ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم واقصوهم منه وقولوا لهم قولا معروفا ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പായി അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്ത് അത് വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. പ്രവാസികളോട് പ്രത്യേകിച്ച് നിങ്ങളുടെ സമ്പത്തിനെ വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പെണ്ണുങ്ങൾ എന്നെ തുറച്ചു നോക്കണ്ട, ഇത് അല്ലാഹ് പറഞ്ഞതാണ്, അഹ്മദ് കബീർ പറഞ്ഞതല്ല. സഫീഹിന് ഇമാം റാസി അടക്കമുള്ള മുഫസ്സിരീങ്ങൾ തഫ്സീർ ചെയ്യുക, അയലിൻ നിസായി പെണ്ണുങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. സഫീഹാര വിഡ്ഢികളുടെ കയ്യിൽ നിങ്ങളുടെ സമ്പത്ത് ഇങ്ങോട്ട് നോക്കൂ മനുഷ്യന്മാരെ, നിങ്ങളുടെ സമ്പത്ത് വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ആരാ വിഡ്ഢി? ആരാ? അങ്ങ് പോ, രാത്രി വീട്ടിലേക്ക് ഉറക്കം പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോണം. അല്ലാഹുവിന്റെ ഇത് അല്ലാഹുടെ നിയമമാണ്. അല്ലാഹ് കൊടുക്കാൻ പാടില്ല എന്ന് കൊടുക്കാൻ പാടില്ല. എന്ത് കൊടുക്കാൻ പാടില്ല എന്ന്? ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ സ്വത്ത്. കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ, അയല മേടിക്കാൻ, കടയിലെ പച്ച തീർക്കാൻ പെണ്ണിന്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നല്ല. പിന്നെയോ എടാ, ഇതിന്റെ അർത്ഥമല്ല പെണ്ണിന്റെ പൈസ കൊടുക്കാൻ പാടില്ല എന്നല്ല. ഭർത്താവ് ഗൾഫിലാണെങ്കിലും ഭർത്താവിന് തിരക്കാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെണ്ണിന് കൊടുക്കുന്ന 5000-ന്റെ 10,000-ന്റെ കണക്കല്ല ഇത്. മാസാമാസം അയച്ചു കൊടുക്കുന്നതിന്റെ കണക്കല്ല ഇത്. നീ സമ്പാദിച്ചതിന്റെ ഖിയാമായ സമ്പത്ത് വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. എന്ന് വേണം നീ ഒരേക്കർ റബ്ബർ വാങ്ങിച്ചത് ഭാര്യയുടെ പേരിൽ മാത്രം. പെണ്ണുങ്ങൾ മിക്കവാറും എന്റെ വാദം ബഹിഷ്കരിക്കും. ഭാര്യയുടെ പേരിൽ മാത്രം എഴുതാൻ പാടില്ല. ഇത് അഹ്മദ് കബീറിന്റെ സൂറത്തുൻ നിസാ അല്ലാഹ് പറഞ്ഞതാണ്, ചെയ്യാൻ പാടില്ല. ചെയ്താൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഭാര്യയുടെ ഭർത്താവിന്റെ പേരായിക്കോട്ടെ, കുഴപ്പമില്ല. ഒരാളുടെ പേര് തന്നെയാകുന്നത് എന്തിനാ?
പാടില്ല എന്നല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രവാസികൾക്ക് സംഭവിച്ച ഗൾഫിനെ സംബന്ധിച്ച ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. വലാ തുസ്ബഹ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ. ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ വൈവാഹിക ജീവിതം നന്നാവും. അവസാനം അയാൾ പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ തലാഖ് ചൊല്ലിത്ത, ഞാൻ അവന്റെ കൂടെ പോയി ജീവിക്കട്ടെ, നിങ്ങളുടെ സമ്പത്ത് നിനക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, എഴുതി തന്നേക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സൗകര്യത്തിന് നീ തലാഖ് ചെല്ലണ്ട. അപ്പൊ അവള് പറഞ്ഞു, ഉസ്താദേ ഞാൻ തലാഖ് ചെല്ലി മറ്റവന്റെ കൂടെ പോകാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ ഇവൾ ആത്മഹത്യ ചെയ്യും. ഉസ്താദ് ഇതിന്റെ മസ്അല എന്താ? ഞാൻ പറഞ്ഞു, മോനെ മസ്അല ഉസ്താദന്മാര് പറഞ്ഞാൽ നീ തലാഖിലേക്ക് അത് തന്നെ മസ്അല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. എന്നോട് ചെന്ന ഉസ്താദ് ഞാൻ പറഞ്ഞു, മോനെ നീ അവന്റെ കൂടെ പോകാനാണെങ്കിൽ ഇവൾക്ക് താല്പര്യം, നീ അവളുടെ കൂടെ പയ്യ അനുനയത്തിൽ നിന്ന് ഈ ഉള്ളതൊക്കെ ഇങ്ങോട്ട് എഴുതി മേടിച്ചു വെച്ചിട്ട് നാട്ടിൽ നല്ല തണ്ടും തടിയുള്ള ആമ്പിള്ളേരുണ്ടാവും, കമ്മനശാരിയെ പോലെ, അനിയെ പോലെ കൊള്ളാവുന്ന ചെറുപ്പക്കാരുണ്ടാവും. ഒരു 10,000 രൂപ അവർക്ക് കൊടുക്കാം. എന്നിട്ട് ഇവന്റെ കാല് തന്നെ അവിടെ നടിച്ചോടിക്കും. അവനാ കാലുള്ളത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ തരാക്ക് വലിയ പറ്റില്ല വിട്ടാൽ അവൻ ഉസ്താദ് അവൾ ആത്മഹത്യ, അവന്റെ കാല് അവൻ ചെയ്യട്ടെ, ചെയ്യാനായി പറയണേ. അവള് ചെയ്യണതിന്റെ കൂടി അവൾ അള്ളാടെ കയ്യിൽ നിന്ന് മേടിക്കട്ടെ. ഇത് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ധാരാളം ആളുകളുമായി ഫോണിലും അല്ലാതെ സംവദിക്കുന്ന ഒരാളാണ്. ഗൾഫുകാരെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതും കേൾക്കണം. ഉസ്താദ് എന്റെ ഭാര്യ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കും. ഞാനിതൊരു സദസ്സിൽ തമിഴ്സാഹിബ് ഗതിവേദി ഇങ്ങനെ പറയുന്നല്ലോ. അയാൾ എന്നോട് പറഞ്ഞ വാക്ക് സമയത്തൊരു യൂദനയ്യ, ഉസ്താദെ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, സുന്നത്ത് നോമ്പുകൾ ഒന്നും വിടില്ല. പക്ഷെ അവസ്ഥയില്ല. എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ ലോഡ്ജിൽ റെയ്ഡ് നടത്തിയപ്പോ 2 പെണ്ണുങ്ങളുടെ കൂടെ ഒരുത്തനെ പിടിച്ചു. അവനായ ആ വർഷം ഹജ്ജിന് പോകാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് സ്വീകരിച്ച ആളാണ്. ഞാനിത് പറയുന്നത് വളരെ കുറ്റപ്പെടുത്താൻ പറയുക. എറണാകുളം ജില്ലയിൽ മഹലിൽ വലിയ പ്രമാദമായ വിഷയം ഉണ്ടായതാണ് ആ കേസ്. ഞാൻ അവിടെ വാതിനോയപ്പോ എന്നോട് ഉസ്താദ് അതിനെക്കുറിച്ചെന്ന് പറഞ്ഞു. ഞാൻ തമാശയ്ക്കുണ്ട്, എന്തിനാ നിങ്ങളത് വിഷയമാക്കുന്നത്? അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഏതായാലും 2,60,000 രൂപ കൊടുത്തിട്ട് കാബയിൽ പോയി തൗബ ചെയ്യാനുള്ളതാണ്. എന്നാ പിന്നെ എല്ലാം നിർത്തി വന്നു പോകാൻ ഏതായാലും 260 മുടക്കണമല്ലേ. അടയാളം എല്ലാവർക്കും ഉണ്ട്. നെറ്റിയിലെ നിസ്കാരത്തരം നന്നായിട്ടുണ്ട്. ഈ തഴമ്പ് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരുമാതിരി പായുണ്ട്. അത് 3 വക്കത്ത് നിസ്കരിച്ച തഴമ്പ് ഉറപ്പായി. പണ്ടൊക്കെ നല്ല തക്കവയുള്ള ആളുകളെ കണ്ടാൽ നിസ്കാരത്തടമ്പ് കണ്ടാൽ അറിയായിരുന്നു. അവര് തക്കവയുള്ള ആളുകളെ കാരണവന്മാരുണ്ടായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് കഹുപോകുന്ന ഉപ്പാപ്പയുടെ നെറ്റിയിൽ തഴമ്പുണ്ടായിരുന്നത് വരണമെങ്കിൽ കുറച്ച് പാടുപെടണം. പക്ഷെ ഇപ്പൊ തഴമ്പിന് വലിയ പാടൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പായിൽ 27-ാം രാവിലെ ഒരു രാത്രി ഹയാത്താക്കിയാൽ മതി, പിറ്റേ ദിവസം ഒരു തഴമ്പുണ്ടാവും. ഇവിടെ അടിസ്ഥാനപരമായ തത്വമേത, ആ തത്വം മറ്റൊന്നുമല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം ഈ ദുനിയാവിൽ അവസാനിക്കില്ല. നാളെ സ്വർഗലോകത്ത് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടേണ്ടവരും അവിടെ കാലാകാലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടവരുമാണ് എന്ന ഒരു ബോധമുണ്ടായാൽ, والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നാളെ ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടുമുട്ടും പരലോകത്ത് വെച്ച്. നാളെ ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടുമുട്ടും പരലോകത്ത് വെച്ച്. അവരും അവരുടെ ഭാര്യമാരും
നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കേണ്ടവരാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എത്രയെത്ര ഭർത്താക്കന്മാരാണ് കണ്ണുനീര് കുടിക്കുന്നത്, എത്രയെത്ര ഭാര്യമാരാണ് കണ്ണുനീര് കുടിക്കുന്നത്. പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ലോകത്തിന്റെ മുമ്പിൽ എല്ലാം പരസ്പരം പകർന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൈബർ വിധവകൾ അധികരിച്ചു വരുമ്പോ എറണാകുളത്തെ വനിതാ കോളേജിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ പ്രകാരം 85% പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പേ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ്. ലൈംഗികത ഒരു അശ്ലീലമല്ല എന്ന് കരുതുന്ന ലോകത്തിന്റെ മുമ്പിൽ ലൈംഗികത തമിഴിലെ പ്രധാനപ്പെട്ട സിനിമാ നടി പറഞ്ഞത് അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എറണാകുളത്തെ വനിതാ കോളേജില് 2012 സർവേ പ്രകാരം 85% പെൺകുട്ടികളും വിവാഹത്തിന് മുമ്പേ പുരുഷ ബന്ധം കുഴപ്പമില്ല എന്ന് കരുതിയവരാണ്. അതിൽ 68% ആളുകളും ആഗ്രഹം സബലീകരിച്ചവരും. അപ്പോ ഞാൻ പറയുന്നത്, ഒരു ഭർത്താവല്ലാത്ത വേറൊരാളുടെ കൂടെ പോയാൽ, ഭാര്യയല്ലാത്ത വേറൊന്നും കൂടി ഉണ്ടായാൽ അതൊരു പാപമാണ് എന്ന് കരുതിയെടുത്ത് നിന്ന് അത് പാപമല്ല എന്ന ഒരു മനസ്ഥിതിയിലേക്ക് നമ്മുടെ ലോകം മാറി. തമിഴിലെ പ്രധാനപ്പെട്ട സിനിമാ നടി പറഞ്ഞത് അത് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന്. അവളും മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ്. ആളറിയില്ല, അറിയില്ലേ? ഖുശ്ബു. തമിഴ്നാട്ടിൽ വലിയ വിവാദം ഉണ്ടായി. ഇവിടെ അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാലമായ മക്ക രാജ്യത്തിന്റെ അധിപതി സമയം കിട്ടുമ്പോഴൊക്കെ സത്യാസമയത്ത് തന്റെ ഭാര്യമാരുമായി സല്ലപിച്ചതെന്തിനാ? അവരുടെ കൂടെ ഓട്ട മത്സരം നടത്തിയതെന്തിനാ? അവരുമായി എത്തോപ്യക്കാരുടെ വിരോധം കാണാൻ പോയതെന്തിനാ? അത് സമയം വെറുതെ പാഴാക്കാനല്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു മുഹമ്മദിനോട് ചോദിക്കരുത്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ദീൻ പ്രബോധനം ചെയ്യുന്ന നിന്റെ ഭാര്യമാരോടുള്ള കടമകൾ നീ പൂർത്തീകരിച്ചോ എന്ന് അല്ലാഹു ചോദ്യം ചെയ്യാതിരിക്കാൻ എല്ലാ തിരക്കുകളുടെയും ആയിഷാ ബീവിയുടെ മടിയിലെന്ന് തലവെച്ച് കിടക്കാൻ. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ലോകത്തിന്റെ ഏറ്റവും ഒരു ധീര വിപ്ലവകാരി 1945 മുതൽ ആഗോളവ്യാപകമായി അടിച്ചുമറ്റപ്പെടുന്ന പലസ്തീനിലെ പാവപ്പെട്ട അറബികളെ മുഴുവനെ തലകൊല്ലിക്കളയുന്ന ഇസ്രായേലിന്റെ വിമാനവീത പീരങ്കികളുടെ മുമ്പ് കല്ലും കവണയും ഉപയോഗിച്ചിട്ട് ഇന്ത്യപാതയിലൂടെ ചെറുത്ത് നിൽക്കുന്ന ഫലസ്തീൻ മുജാഹിദുകൾ ആരാ? ഫലസ്തീനികളാരാ? 10 ദിവസം മുമ്പ് ഞാൻ ഫലസ്തീനിൽ പോയാളാ. ബൈത്തുൽ മുഖദ്ദസിൽ പോയി ഞാൻ നമസ്കരിച്ചിട്ടിറങ്ങുമ്പോ നമുക്കല്ലേ ഇസ്രായേലിനെ പേടിയുള്ളത്? ഇസ്രായേൽ പട്ടാളക്കാരുടെ കണ്ടാൽ ക്രൂരത തോന്നിക്കുന്ന ഇതുപോലെ വൃത്തികെട്ട മുഖമുള്ള ഒരു സമൂഹം ലോകത്തില്ല. ജൂദായിസത്തിന്റെ വൃത്തികെട്ട മുഖം കാണാൻ കഴിയുന്ന മീശ വളർത്തി താടി വളർത്തി ഒരു വല്ലാത്ത പൈശാചിക ഭാവമുള്ള ഒരേ ഒരു വിവാദമേടാ. അത് ഖുർആൻ ഭരിച്ച ഖുർആൻ ശപിച്ച ജൂതന്മാരാ. ജൂതന്മാരുടെ പട്ടാളക്കാർ AK-47 തോക്കും ചൂണ്ടി നിൽക്കുമ്പോ അവരുടെ കാൽപ്പാടത്തിന്റെ ഇടയിൽ കാൽപന്ത് തട്ടിക്കളിക്കുന്ന ഫലസ്തീനി കുട്ടികൾ അവർക്ക് പേടിയില്ല. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ ആ സമയത്തൊരു ഫലസ്തീനി ബാല സ്കൂളിലേക്ക് പോവുകയാ. വെറുതെ ഞാൻ ആ കുട്ടിയുടെ കൂടെ കൂടി 10 വയസ്സുണ്ടാവും. അവനോട് ചോദിച്ചു, മോനെ നീ എവിടെ പോവുകയാ? സ്കൂളിൽ പോവുകയാ. നിന്റെ വാപ്പയെവിടെ? മറുപടി എന്തെന്നറിയോ? ആകാശത്തേക്ക് കൈകൾ എത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ. സ്കൂളിലേക്ക് ഭാഗം തൂക്കി പോകുന്ന ഫലസ്തീനിലെ 10 വയസ്സുള്ള കുട്ടിയോട് വാപ്പ എന്തിയ മോനെ? അവൻ പറഞ്ഞില്ല. എന്റെ വാപ്പ മരിച്ചെന്ന് പറഞ്ഞ് കണ്ടു നടന്നില്ല. എന്റെ വാപ്പ പോയെന്ന് നോക്കിട്ട് എന്റെ ചുണ്ട് വിറച്ചില്ല. ആകാശത്തേക്ക് വെള്ളു ചൂണ്ടിയിട്ട് എന്നോട് അവൻ പറഞ്ഞു, കണ്ടോ ഇലാ റഹ്മത്തില്ലാ. എന്റെ വാപ്പ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയി. മോനെ എന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മയും പോയി. ഇലാ റഹ്മത്തില്ലാ.
പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോയടാ. എന്റെ 2 സഹോദരിമാരെയും എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും ഈ ഇസ്രയേലുകളുടെ വീട്ടിൽ വന്നിട്ട് കൊല്ലുന്നത് ഞാൻ കണ്ടു നിന്നടാ. ആ കുഞ്ഞിന്റെ കണ്ണ് നിറഞ്ഞില്ല. ആ സമയത്ത് വെറുതെ തോളിൽ തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, മോന്, ഈ വിമാനവേദ പീരങ്കികൾ തീതുപ്പുന്ന ഈ വെടിയുണ്ടകളുടെ ഇടയിൽ നീ ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ? നീ എന്റെ കൂടെ ഇന്ത്യയിലേക്ക് വാ, നിന്നെ ഞാൻ പഠിപ്പിച്ചു വലിയ ഡോക്ടറാക്കാം, വലിയ എഞ്ചിനീയറാക്കാം, എന്റെ കൂടെ നീ ഇന്ത്യയിലേക്ക് വാ, നിന്നെ ഞാൻ വലിയ ശാസ്ത്രജ്ഞനാക്കാമെന്ന് പറഞ്ഞപ്പോ 10 വയസ്സുള്ള പലസ്തീനി കുട്ടി എന്റെ കൈകെട്ടി മാറ്റിയിട്ട് പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ ഇന്ത്യയിലേക്ക് വരാനോ? നീ പോടാ, ഞാനിവിടെ ഷഹീദാവാൻ വേണ്ടി നടക്കുകയാണ്. നിന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നാൽ എനിക്ക് ഷഹീദാവാൻ പറ്റുമോ?